നിങ്ങളുടെ മനസ്സിൽ അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു ഗ്രഹനിർമ്മാണമാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു വിവാഹമാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏത് ഭൗതിക കാര്യങ്ങളാണെങ്കിലും ആ ഒരു വർഷത്തിൽ അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിൽ എനിക്ക് നടന്നു കിട്ടണം എന്ന് പറഞ്ഞ സങ്കല്പത്തോടുകൂടി അന്നത്തെ ദിവസം വ്രതം എടുത്താൽ വിഘ്നകാരകനായി നിൽക്കുന്ന, വിഘ്നം ഒരിക്കലും ഒരു തടസ്സങ്ങളും ജീവിതത്തിൽ വരുത്താത്ത, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും വളരെ സമ്പന്നമായി തീർക്കാൻ സാധിക്കുന്ന, ഏറ്റവും പ്രത്യക്ഷപ്പെടുന്ന, വിളിച്ചാൽ ഉടനെ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ആ ദിവസത്തെ വ്രതം എടുത്താൽ നിങ്ങൾക്ക് സഫലീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ്. എല്ലാ ചതുർത്ഥിക്കും ഗണപതി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ വിശേഷാൽ ഈ ചിങ്ങമാസത്തെ വിനായക ചതുർത്ഥിക്ക് എടുക്കുന്നത് അതിഗംഭീരമാണ്, അതികേമാണ്. ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട്, ഒരു പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട്, ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി, ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ലയിക്കുന്നതിനായിട്ട്, അദ്ദേഹത്തിന്റെ ഭഗവത് നാമങ്ങൾ ജപിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടുന്നതിനായിട്ട്, അദ്ദേഹത്തിന്റെ നാമങ്ങളാൽ, അദ്ദേഹത്തിന്റെ ദർശനത്താൽ, അദ്ദേഹത്തിന്റെ സ്മരണയാൽ നമുക്ക് അനുഗ്രഹം ലഭിച്ച് ആ അനുഗ്രഹത്തിലൂടെ ആ വ്രതം പൂർത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ ഗണപതിയുള്ള അമ്പലത്തിലോ, ഗണപതിയുള്ള എല്ലാ അമ്പലങ്ങളിലും ഗണപതി ഭഗവാന് പ്രതിഷ്ഠ ഉണ്ടാവും, അമ്പലങ്ങളിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടി അവസാനിപ്പിക്കുന്നതാണ് വിനായക ചതുർത്ഥി വ്രതം.